ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. സെൽറ്റിക് മിഥോളജിയുടെ തുടക്കം എവിടെ നിന്നാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സമയം ജനിക്കുന്നതിന് മുൻപുള്ള ഒരു വലിയ ശൂന്യത. നക്ഷത്രങ്ങളില്ല, ഭൂമിയില്ല, ഒന്നുമില്ല. അവിടുന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഈ ഗംഭീരമായ സിനിമാറ്റിക് ദൃശ്യങ്ങളിലൂടെ നമുക്ക് ആ ഉത്ഭവകഥയൊന്ന് കണ്ടറിയാം. പ്രപഞ്ചം എങ്ങനെയുണ്ടായി എന്നാണ് പുരാതന സെൽറ്റുകൾ വിശ്വസിച്ചിരുന്നത്. ഇതിലേറ്റവും രസകരമായ കാര്യമെന്താണെന്നറിയാമോ? അവർ ഇതൊന്നും എവിടെയും എഴുതിവച്ചിരുന്നില്ല എന്നതാണ്. ഡ്രൂയിഡുകളുടെ വായ്മൊഴികളിലൂടെ തലമുറകളിലേക്ക് പകർന്നു കിട്ടിയതാണ് ഈ കഥകളെല്ലാം. ആ ശൂന്യതയിൽ ജീവന്റെ ആദ്യത്തെ അനക്കങ്ങൾക്കായി കാത്തിരിക്കുന്നൊരവസ്ഥ ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ആ വലിയ ശൂന്യതയിൽ പിന്നീട് രണ്ട് ശക്തികൾ ഉയർന്നുവന്നു. ശരിക്കും ഒരു ഗംഭീര കോംബോ. ഒന്ന് ഡാനു, അതായത് ഒഴുകുന്ന ജലത്തിന്റെ മൃദുവായ എന്നാൽ ഒരിക്കലും നിലയ്ക്കാത്ത ഊർജം. മറ്റൊന്ന് ബൈൽ, അക്ഷരാർത്ഥത്തിൽ തീപ്പൊരി പാറുന്ന പ്രകാശവും ലക്ഷ്യബോധമുള്ള ശക്തിയും. ഇവർ പരസ്പരം മത്സരിക്കുകയായിരുന്നില്ല, മറിച്ച് ഒരുമിച്ച് സൃഷ്ടിയിൽ പങ്കാളികളാവുകയായിരുന്നു. ആലോചിച്ചു നോക്കൂ, ഡാനുവിന്റെ ശാന്തതയും ബൈലിന്റെ തീവ്രതയും ചേർന്നുള്ള തികഞ്ഞ ഒരു ബാലൻസ്. അങ്ങനെ അവരുടെ ഈ ഒത്തുചേരലിൽ നിന്ന് ജീവനും വെളിച്ചവുമുണ്ടായി. ഫലഭൂയിഷ്ടമായ അയർലൻഡ് രൂപം കൊണ്ടു. അപ്പോഴാണ് എറിയു ഉണരുന്നത്. അവൾ വെറുമൊരു കാവൽക്കാരിയായിരുന്നില്ല കേട്ടോ. അയർലൻഡിന്റെ നദികളുടെയും കാടുകളുടെയും വന്യയും ഊർജ്ജസ്വരവുമായ ജീവശ്വാസം തന്നെയായിരുന്നു എറിയു. പച്ചപ്പുള്ള കുന്നുകൾ പോലെയുള്ള കണ്ണുകളും കാടുകൾ പോലെയുള്ള ഇടതൂർന്ന മുടിയുമുള്ള ഒരു പ്രകൃതിദേവത. എന്നാൽ പുതിയതായി ഉണ്ടായ ഈ വിശുദ്ധ ഭൂമിയെ സംരക്ഷിക്കാൻ വെറും സാധാരണക്കാർ പോരായിരുന്നു. അങ്ങനെയാണ് ഡാനുവും ബൈലും ചേർന്ന് ത്വാത്ത ഡെഡാനൻ എന്ന വിഭാഗത്തെ സൃഷ്ടിക്കുന്നത്. പേരിന്റെ അർത്ഥം ഡാനു ദേവിയുടെ ആളുകൾ എന്നാണ്. സത്യം പറഞ്ഞാൽ മാന്ത്രിക ശക്തിയും ബുദ്ധിയുമുള്ള പുരാതനകാലത്തെ ഒരു കിടിലൻ സൂപ്പർ ഹീറോ ടീമായിരുന്നു അവർ. ഇവരുടെ കഥകൾ കേട്ടാൽ നമ്മൾ ശരിക്കും വിസ്മയിച്ചു പോകും. ഈ സംഘത്തിന്റെ തലപ്പത്തു തന്നെയുള്ള ഒരു വലിയ വൈരുദ്ധ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു വശത്ത് ജീവൻ നൽകുന്ന സാക്ഷാൽ ഡാഗ്ഡ, വലിയൊരു ഗദയും ഒരിക്കലും വറ്റാത്ത മാന്ത്രിക പാത്രവും ഋതുക്കളെ വരെ മാറ്റാൻ കഴിയുന്ന വീണയുമൊക്കെയായി നിൽക്കുന്ന സൃഷ്ടാവ്. എന്നാൽ മറുവശത്തോ കാക്കയുടെ രൂപമെടുക്കുന്ന വിധി നിശ്ചയിക്കുന്ന സാക്ഷാൽ മോറിഗൻ ദേവി. പരസ്പര വിരുദ്ധമായ രണ്ട് ശക്തികൾ ഒരുമിച്ചു നിൽക്കുന്ന ഗംഭീരമായ ഒരു സന്തുലിതാവസ്ഥ. ഇനി ഇവരുടെ മറ്റ് ചാമ്പ്യന്മാരിലേക്ക് വന്നാൽ പ്രധാനമായും 3 പേരാണുള്ളത്. യുദ്ധത്തിലും കലകളിലും ഒരുപോലെ തിളങ്ങുന്ന ലുഗ്ഗാണ് ഒന്നാമൻ. പിന്നെ വെളിച്ചത്തിന്റെ വാളേന്തി നീതിമാനായ ആദ്യത്തെ രാജാവ് നുവാഡ. കൂടാതെ തന്റെ തീജ്വാലകളാൽ സംരക്ഷണവും ജ്ഞാനവും നൽകുന്ന ബ്രിജിറ്റ് ദേവിയും. പേരുകൾ കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ഇവരുടെ റേഞ്ച് എന്താണെന്ന്. ഇവർ മാത്രമല്ല, വേറെയും ചില വമ്പന്മാർ ഈ സംഘത്തിലുണ്ട്. തന്ത്രശാലിയായ സ്നേഹത്തിന്റെയും യുവത്വത്തിന്റെയും ദേവനായ ആൻകസ്, മാന്ത്രിക മൂടൽമഞ്ഞിലൂടെ സമുദ്രങ്ങളെയും മറ്റ് ലോകങ്ങളെയും ബന്ധിപ്പിക്കുന്ന മനനൻ മാക്ലിയർ. പിന്നെ ഈ സൂപ്പർ ഹീറോ ടീമിന്റെ ശരിക്കുള്ള നട്ടല്ലേന്ന് പറയാവുന്ന 2 പേരുണ്ട്. ഡിയാൻ കെറ്റ് എന്ന അസാമാന്യ ഡോക്ടറും തോൽപ്പിക്കാനാവാത്ത ആയുധങ്ങളുണ്ടാക്കുന്ന ഗോയിബ്ന്യു എന്ന ദിവ്യശില്പിയും. ഈ ദേവന്മാർ തമ്മിലുള്ള ഐക്യം എത്രത്തോളം ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ അതൊരു ഒന്നൊന്നര കഥയാണ്. ഇതൊന്ന് കേട്ടുനോക്കൂ. യുദ്ധത്തിൽ നുവാഡ രാജാവിന് തന്റെ ഒരു കൈ നഷ്ടപ്പെട്ടു. നിയമപ്രകാരം ശരീരത്തിൽ ന്യൂനതകളുള്ള ഒരാൾക്ക് രാജാവാകാൻ പറ്റില്ല. അങ്ങനെ അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു. അവിടെയാണ് നമ്മുടെ ഡിയാൻ കെക്റ്റും ഗോയിബ്ന്യുവും ഹീറോകളാകുന്നത്. അവർ 2 പേരും ചേർന്ന് നുവാഡയ്ക്ക് പൂർണ്ണമായി പ്രവർത്തിക്കുന്ന ഒരു മാന്ത്രിക വെള്ളിക്കൈ തന്നെ ഉണ്ടാക്കിക്കൊടുത്തു. അങ്ങനെ നുവാഡ വീണ്ടും രാജാവായി. അതാണ് ഞാൻ പറഞ്ഞത്, ഇവർ തമ്മിലുള്ള കെമിസ്ട്രി വേറെ ലെവലാണെന്ന്. ഇനി രസകരമായ മറ്റൊരു കാര്യമുണ്ട്. ദേവന്മാരെ വാർത്തെടുത്ത 4 നിഗൂഢ നഗരങ്ങൾ. കാരണം വെറും ശക്തിയും മാന്ത്രികവിദ്യയും മാത്രം പോരായിരുന്നു അയർലൻഡ് ഭരിക്കാൻ. അതുകൊണ്ട് അവരിവിടെ എത്തുന്നതിനു മുമ്പ് മറ്റൊരു ലോകത്തെ മഹത്തായ 4 നഗരങ്ങളിൽ തങ്ങളുടെ കഴിവുകൾ മിനുക്കിയെടുക്കാൻ നൂറ്റാണ്ടുകളോളം സമയം ചിലവഴിച്ചു. അവിടെ സമയം കടന്നുപോകുന്നത് പോലും നമ്മുടേതുപോലെയല്ല. ഈ 4 നഗരങ്ങളിൽ നിന്നും അവർ വെറുതെയല്ല മടങ്ങിയത്, ഓരോ ദിവ്യനിധികളുമാണ്. ഫാലിയാസ് എന്ന നഗരത്തിൽ നിന്ന് ജ്ഞാനവും നീതിമാനായ രാജാവിനെ തിരിച്ചറിയുന്ന വിധിയുടെ കല്ലും അവർക്ക് കിട്ടി. ഗോറിയാസിൽ നിന്ന് സാക്ഷാൽ നുവാഡയുടെ വാൾ, മുറിയാസിൽ നിന്ന് ഡാഗ്ഡയുടെ അത്ഭുതപാത്രം, അവസാനമായി ഫിൻഡിയാസിൽ നിന്ന് ഒരിക്കലും ലക്ഷ്യം തെറ്റാത്ത ലുഗിന്റെ കുന്തവും. ചുരുക്കി പറഞ്ഞാൽ അവരൊരു പൂർണ്ണ സജ്ജീകരണത്തിലായിരുന്നു. പരിശീലനമൊക്കെ കഴിഞ്ഞ് കഥ വളരെ വേഗത്തിൽ മുന്നോട്ടു പോവുകയാണ്. അവർ അയർലൻഡിലേക്ക് വരുന്ന ആ വരവ് സാധാരണക്കാരെ പോലെ കപ്പലിലൊന്നുമല്ല, ഒരു വലിയ മാന്ത്രിക മൂടൽമഞ്ഞിലാണ് അവർ വന്നിറങ്ങുന്നത്. ആ സിനിമാറ്റിക് എൻട്രി ഒന്ന് ഓർത്തു നോക്കൂ. അവർ കാലുകുത്തിയ നിമിഷം തന്നെ അവിടുത്തെ നദികളും മരങ്ങളും അക്ഷരാർത്ഥത്തിൽ ഉണർന്നെഴുന്നേറ്റു. അയർലൻഡിന് തന്നെ ഒരു പുതിയ ജീവൻ വെച്ചു. പക്ഷെ അവിടെയാണ് ഒരു ട്വിസ്റ്റ്. അവർ വന്നിറങ്ങിയത് ആളൊഴിഞ്ഞ ഒരു പർദീസയിലായിരുന്നില്ല. അഭിമാനികളായ ഫിർബോൾഗ് എന്ന ജനത അതിനോടകം തന്നെ അവിടെ ജീവിക്കുന്നുണ്ടായിരുന്നു.
തങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് അവർ കെട്ടിപ്പടുത്ത രാജ്യമാണത്. തുവാത്ത ഡെ ഡാനൻ വിശ്വസിച്ചത് ആ ഭൂമി ഭരിക്കുക എന്നത് തങ്ങളുടെ ദൈവികമായ അവകാശമാണെന്നാണ്. എന്നാൽ ഫിർബോൾഗുകൾ ഇവരെ കണ്ടത് വെറും അധിനിവേശക്കാരായിട്ടാണ്. അതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. ഇതൊരു നിർണായക ഘട്ടമാണ്. പ്രാചീന അയർലൻഡിന്റെ ആത്മാവിനായുള്ള ആദ്യത്തെ വലിയ യുദ്ധത്തിന്, അതായത് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് മാക്ടൂറിഡിന് അവിടെ കളമൊരുങ്ങിക്കഴിഞ്ഞു. ഈ ദേവന്മാരും ഫിർബോൾഗകളും നേർക്കുനേർ വരുമ്പോൾ എന്ത് സംഭവിക്കും? പോരാത്തതിന് നിഴലുകളിൽ തക്കം പാർത്ത് ഫോമോറിയന്മാരും നിൽപ്പുണ്ട്. തടയാനാവാത്ത ഈ ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആരായിരിക്കും അതിജീവിക്കുക? സെൽറ്റിക് മിത്തോളജിയുടെ ഈ വിവരണത്തിൽ നിന്ന് നിങ്ങൾക്കെന്തു തോന്നുന്നു? ഈ ഇതിഹാസം ഇവിടെ തുടങ്ങുന്നതേയുള്ളൂ. ഒന്ന് ചിന്തിച്ചു നോക്കൂ.